ബി.ജെ.പി ബൂത്ത് ഏജന്റിനെയും ഭാര്യയെയും CPM വീട്ടിൽ കയറി ആക്രമിച്ചു. ആഹ്ലാദ പ്രകടനത്തിനിടെ ബൂത്ത് ഏജന്റിനെയും ഭാര്യയെയും CPM പ്രവർത്തകർ വീട്ടിൽ കയറി ആക്രമിച്ചതായി പരാതി. ഇരിട്ടി നഗരസഭ 2ാം വാർഡായ വട്ടക്കയത്തെ ദേവപ്രസാദത്തിൽ പടുവിലാൻ സുനിൽകുമാർ, ഭാര്യ ബിന്ദു സുനിൽകുമാർ എന്നിവരെയാണ് വീട്ടിൽ കയറി CPM പ്രവർത്തകർ ആക്രമിച്ചത്. ആക്രമണത്തിനിടയിൽ ഇവരിൽ ഒരാളുടെ കയ്യിൽ നിന്നും സ്ഫോടക വസ്തു പൊട്ടുകയും പരിക്കേൽക്കുകയും ചെയ്തു. CPMകാർ ആക്രമിച്ച സുനിൽകുമാറിനെയും ഭാര്യയെയും പരിക്കുകളോടെ ഇരിട്ടി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി കണ്ണൂരിലെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു ആക്രമണം നടന്നത്. വിജയാഹ്ലാദ പ്രകടനം എന്ന നിലയിൽ CPM പ്രവർത്തകർ വട്ടക്കയത്തെ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച ജിഷയുടെ വീടിന് മുന്നിൽ എത്തി സ്ഫോടക വസ്തുക്കൾ റോഡിലെറിഞ്ഞ് പൊട്ടിച്ചും മുദ്രാവാക്യം വിളിച്ചും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു. ഇതിന്റെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. തുടർന്ന് ഇവർ മടങ്ങിപ്പോകുന്നതിനിടെയാണ് വട്ടക്കയത്തെ BJPയുടെ ബൂത്ത് ഏജന്റായിരുന്ന സുനിൽകുമാറിന്റെയും ഭാര്യയുടെയും വീട്ടിലെത്തി ആക്രമണം അഴിച്ചുവിട്ടത്. പുറത്ത് സ്ഫോടക വസ്തുക്കൾ പൊട്ടുന്നതും ബഹളവും കേട്ട് വീടിന് പുറത്തിറങ്ങി നോക്കുന്നതിനിടെയായിരുന്നു ആക്രമണം. സുനിൽകുമാറിന്റെ മൊബൈൽ ഫോണും ഇവർ തട്ടിക്കൊണ്ടുപോയി. സ്ഫോടക വസ്തു എറിയുന്നതിനിടെ ഇതിലൊരെണ്ണം ഒരു CPM പ്രവർത്തകന്റെ കയ്യിൽ നിന്നും പൊട്ടിയതായും കൈക്ക് സാരമായി പരിക്കേറ്റതായും സുനിൽകുമാറും ഭാര്യയും പറയുന്നു. CPMകാരുടെ ആക്രമണത്തിനിടെ നിലത്ത് വീണ സുനിൽകുമാറിന്റെ ചെവിക്കും മുഖത്തും ചവിട്ടിയതായും ഇവർ പറഞ്ഞു. സുനിൽകുമാറിന്റെ കൈവിരലുകൾക്കും മുഖത്തും ചെവിക്കും സാരമായി പരിക്കേറ്റു. ഇരിട്ടി നഗരസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടക്കയത്തെ BJPയുടെ ബൂത്ത് ഏജന്റായിരുന്നു സുനിൽകുമാർ. ബൂത്തിലെത്തിയ കള്ളവോട്ട് സുനിൽകുമാർ തടഞ്ഞിരുന്നു. ഇതാണ് ആക്രമണത്തിന് കാരണമായി പറയുന്നത്. സംഭവത്തിൽ സുനിൽകുമാറിന്റെ പരാതിയിൽ മട്ടന്നൂർ പോലീസ് കേസെടുത്തു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ CPM ജില്ലയിൽ വ്യാപകമായി ആക്രമണം നടത്തുകയാണെന്നും ഇത് നിർത്തിയില്ലെങ്കിൽ ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കുമെന്നും BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു എളക്കുഴി പറഞ്ഞു. CPM വട്ടക്കയത്ത് വീട്ടിൽ കയറി ആക്രമിച്ച ദമ്പതികളെ ഇരിട്ടി താലൂക്ക് ആശുപത്രിയിലെത്തി കണ്ട ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. സമാധാനപൂർണമായി തെരഞ്ഞെടുപ്പ് നടക്കുകയും യാതൊരു പ്രകോപനവും ഇല്ലാതിരുന്നിട്ടും ഇത്തരത്തിൽ അക്രമം അഴിച്ചുവിടുന്നത് കരുതിക്കൂട്ടി സമാധാനാന്തരീക്ഷം തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണെന്നും ഇനിയും പ്രകോപനം തുടർന്നാൽ ശക്തമായി നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.